ഹലോ, ഇന്നത്തെ വീഡിയോ വെറും 17 രൂപ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് 70 രൂപ വില വരുന്ന ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നാൽ ഇത് ചെയ്ത് വന്നാൽ ലാസ്റ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സാറ്റിൻ ബോ അതുപോലെ സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് എടുത്തെന്നുള്ളൂ. ഇതൊന്ന് ഞാൻ കട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് നമുക്ക് 17 രൂപ ചിലവ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് സാറ്റിൻ ബോ വേണം, സാറ്റിൻ റിബൺ വേണം. അപ്പോൾ അതിൽ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു റോസ് ഗോൾഡ് കളറ്, ഈ ഒരു ബ്ലൂ ഉണ്ട്, വേറെയും കളേഴ്സ് ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഫുള്ള് സ്റ്റോക്ക് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മീറ്റർ 10 കൊടുത്തിരുന്ന ഐറ്റംസാണ് കേട്ടോ. ഇപ്പോൾ ഈ റിബൺസ് കൊടുക്കുന്നത് വെറും മീറ്ററിന് 5 രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ബ്ലൂ ഉണ്ട്, പിന്നെ 2 പിങ്ക് കാണിച്ചല്ലോ, അതുണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് 1 ഇഞ്ചിൻ്റെയിൽ ഉള്ളത്. 1/2 ഇഞ്ചിൻ്റെയിൽ വേറെ നമ്മളുടെ അടുത്ത് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ബ്ലൂ സാറ്റിൻ ബോ എടുത്തതിന് ഞാൻ ഈ ഒരു ബ്ലൂ കളറ് സാറ്റിൻ റിബണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാറ്റിൻ റിബണാണ്. നിങ്ങൾക്ക് 20 രൂപ റോളിന് കിട്ടുന്നത് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയും ഫിനിഷിങ്ങും കിട്ടൂല കേട്ടോ. ഇതിൻ്റെ കണ്ട 2 സൈഡും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ മടക്കി വിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എത്ര രൂപ ആയിന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 മീറ്ററായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലല്ലേ എനിക്ക് എത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. നിങ്ങളാകുമ്പോൾ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഹെയർ ബാൻഡിൻ്റെ പാകമായാൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ എനിക്കിത് കറക്റ്റ് എമൗണ്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ 1 മീറ്റർ അളന്നിട്ടുള്ളത്. അല്ലെങ്കിൽ റോളിൽ നിന്ന് എടുത്ത് നമുക്ക് എത്ര എടുത്തെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഞെറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മെഷീനിലാണ്. നിങ്ങൾക്ക് മെഷീനൊന്നും ഇല്ലാത്തവർക്ക് കൈവച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഞെറിവായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെയല്ല കേട്ടോ വെക്കുക, നേരെ തിരിച്ചിട്ടാണ് ഞെറിയിട്ട് കൊടുക്കേണ്ടത്. എൻ്റെ തെറ്റിപ്പോയതാണ്, ഞാൻ മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ നേരെ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക തുന്നിയാണെന്നുണ്ടെങ്കിലും. പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗം ആദ്യം അരികൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ, ലൈറ്റർ വെച്ചിട്ട് അത് ചെയ്ത് കൊടുക്കണം. ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ലൈറ്റർ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും അങ്ങനെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ നൂല് പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടുവിലൂടെ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരുടെ മെഷീനിലും ഇത് പിടിച്ചോളണമെന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഐശ്വര്യം കൂടിപ്പോയോണ്ട് കറണ്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ കറണ്ടൊക്കെ വന്നത്. അപ്പോൾ ഞാൻ പിന്നെയും ഇതുമ്മേ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ മെഷീൻ ആയതുകൊണ്ട് തന്നെ കറണ്ടിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോ മടക്കും ഇട്ട് കൊടുക്കുക കേട്ടോ, ഞെറി ഇട്ട് കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ വെച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഒരു ഞെറിയുമ്പോൾ കൂടെ കയറി പകുതി ആകുമ്പോഴത്തേനും നമ്മൾ അടുത്ത ഞെറി വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല കേട്ടോ. ഞെറികൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചധികം മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതിട്ട് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ചെറുതിടുമ്പോൾ ഇത്രയും റിബണിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അങ്ങനെ ഓരോന്നാക്കി കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ 1 മീറ്ററാണല്ലോ കട്ട് ചെയ്തെടുത്തത്, അതിലൊരു 3/4 മീറ്ററോളം ഇത്രയും വലിയ ഞെറിവായത് കാരണം കൊണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതുപോലെ 1/2 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്കാം. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ 1/2 മീറ്റർ കട്ട് ചെയ്തിട്ട് ഇത് ചെയ്യരുത്. നിങ്ങളുടെ അടുത്ത് 1 മീറ്ററാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡിൽ നിങ്ങൾ വെക്കുന്ന ഭാഗം കുറക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ആ കാൽഭാഗത്തിന് ഞാൻ കാണിച്ചു തരാം. കാൽഭാഗത്തിന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി ഭാഗത്തൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഹെയർ ബാൻഡിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ട് നിങ്ങളിത് എത്രത്തോളം വേണോ അത്രയും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നടുവിലൂടെ തന്നെ വരാൻ നോക്കുക കേട്ടോ. സെയിം കളറ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കളർ വെച്ചിട്ട് തുന്നാൻ നോക്കുക. അല്ലെങ്കിൽ ഇനി ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാതെ നടുവിലൂടെ തന്നെ വൃത്തിയിൽ തുന്നാൻ നോക്കുക. അങ്ങനെ ഇതെല്ലാം തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നോക്കി നോക്കിയപ്പോൾ അതിന് കറക്റ്റായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച അളവിന് കറക്റ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ ഉരുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് വീണ്ടും നേരെ ഉരുക്കിയിട്ട് അതിന് കറക്റ്റാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഞാനൊന്ന് ലെവലാക്കി കൊടുത്ത് നോക്കുകയാണ്. നിങ്ങൾ ഗ്ലൂ ഒട്ടിക്കുന്നതിന് മുന്നേ ശരിക്കും എവിടുന്ന് മുതൽ തുടങ്ങാനാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അവിടെ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ നടുവിൽ തന്നെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ നോക്കുക. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനതിൽ ആദ്യം കാണിച്ച പോലെ സ്റ്റോൺ ഷീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ 2 ലൈന് അറിയുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ടാവും. അതിൻ്റെ 2 ലൈന് മുഴുവനായിട്ടും ഉള്ളതിന് നമ്മൾ വെറും 20 രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 2 ലൈനോ 1 ലൈനോ 3 ലൈനോ ഒക്കെ വെച്ച് കൊടുക്കാൻ. ഞാൻ 2 ലൈനാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ എങ്ങനെയാണ് 17 രൂപ ചിലവ് കണക്കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. റിബൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീറ്ററിന് 5 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 മീറ്ററൊക്കെയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനൊരു 4 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാറ്റിൻ ബോ 6 രൂപക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു 6 രൂപയും. അതുപോലെ തന്നെ സ്റ്റോൺ ഷീറ്റ് നമുക്ക് പകുതിയുടെ പകുതിയൊക്കെയാണ് ചിലവായിട്ടുള്ളൂ. അത്രയും ചെറിയ പീസാണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഇത് നല്ല വലുപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു 5 രൂപയും. പിന്നെ ഒരു ഗ്ലൂവിന് നമ്മളൊരു 2 രൂപയൊക്കെ ആഡ് ചെയ്താൽ ടോട്ടൽ 17 രൂപയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് നമുക്ക് എങ്ങനെ പോയാലും ഒരു 70 രൂപക്കൊക്കെ ഉള്ള മുതലുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന ഒരു ഹെയർ ബാൻഡ് അല്ലേ. നല്ല ഷോപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഹെയർ ബാൻഡ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. നല്ല ലാഭത്തിൽ തന്നെ, വളരെ ചിലവ് കുറവാണ്. നിങ്ങൾക്കിത് വേറെ റിബൺസിലും ചെയ്യാം, അതുപോലെ അരേഞ്ച് ചെയ്ത റിബൺസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.